കുരുത്തക്കേട് ഒപ്പിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു, ഞങ്ങൾ ഭയങ്കര ചില്ലായിരുന്നു. എൻ്റെ പ്രായത്തിലുള്ള രീതിയിലാണ് അപ്പൂപ്പൻ അവിടെ കംപ്ലീറ്റ് സെറ്റിൽ. അപ്പം എനിക്ക് എന്തും സംസാരിക്കാം അപ്പൂപ്പനോട്. ഞങ്ങൾ ഒരു റൂമിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് രാവിലെ എൻ്റെ ചായ കുടിക്കാൻ പോകും, അപ്പൂപ്പൻ്റെ വീട്ടുവിശേഷം പറയും, എൻ്റെ വീട്ടുവിശേഷം പറയും, ഇന്ന് ഷൂട്ടില്ല കിടന്ന് ഉറങ്ങും, നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും. അപ്പം അങ്ങനെ ശരിക്കും ഞങ്ങളൊരു കൂട്ടുകാരെ പോലെ ആയിരുന്നു ഞാനും അപ്പൂപ്പനും. പിന്നെ ഈ അപ്പൂപ്പൻ്റെ ബാക്കി കഥകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൂപ്പൻ 50 വർഷമായിട്ട് നാടകരംഗത്തിൽ ഒരു ഭയങ്കര പ്രഗത്ഭനായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് പഴയ നടന്മാരെ ഉള്ള പുള്ളിക്കാരൻ്റെ അപ്രോച്ച് എങ്ങനെയാണ്, അവരെ പുള്ളി എങ്ങനെയാണ് കണ്ട് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ശരിക്കൊരു എൻസൈക്ലോപീഡിയ ആയിരുന്നു എനിക്ക് ഫാലിനി. ഇപ്പം ബാക്കി ജഗദീശേട്ടനാണെങ്കിലും മഞ്ജു ചേച്ചി ആണെങ്കിലും വെയ്സ്ലേട്ടനാണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും എല്ലാവരും അവരവരുടെ മേഖലയിൽ ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു അമച്വറായിട്ടുള്ള ഞാൻ വന്ന് അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്.